സത്യം പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ മടിയാണ് കേട്ടോ. കാരണം എവിടെ നോക്കിയാലും ആ ചോദ്യം ഒന്ന് കണ്ണിൽ കൊള്ളും. മറ്റാരുണ്ട്? നോക്കുന്നിടത്തൊക്കെ ആ ഒരു ചോദ്യമാണ്. ചോദ്യം മാത്രമാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് സഹിക്കാം. ചോദ്യത്തിനൊപ്പം ചിരിക്കുന്ന പരുവത്തിൽ ചുണ്ടു പിളർത്തിയിരിക്കുന്ന ഒരു തലയുമുണ്ട്. നമ്മുടെ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ പരസ്യ ഏജൻസിയിൽ ക്രിയേറ്റീവ് ഡയറക്ടറായി തൊഴിലെടുക്കുന്ന ഒരു നായർ ബാലന്റെ സംഭാവനയാണ് ആ ചോദ്യമെങ്കിൽ ചിരിക്കുന്ന തല ഹിസ് ഹൈനസ് ദിമാറ തസ്കരോത്തമ തിരുവാതിര തിരുനാൾ തിരുമനസിന്റെയാണ്. ജനങ്ങളെ പരിഹസിക്കുന്ന തരത്തിലുള്ള ചോദ്യവും ജനാധിപത്യത്തെ പുച്ഛിക്കുന്ന നിലയിലുള്ള ചിരിയും കാണുമ്പോൾ ആത്മനിന്ദ കലർന്ന ഒരുതരം നൈരാശ്യം മാത്രമേ ഈ പോങ്ങന്റെ ഉള്ളിൽ ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. മാധവിക്കുട്ടിയുടെ ജാനുമമ്മ പറഞ്ഞ പോലെ പോങ്ങൻ അങ്ങ് ഇല്ലാണ്ടായി പോകും. മറ്റാരുണ്ട് എന്ന് പറയുന്ന ചോദ്യം കേൾക്കുമ്പോൾ പഴയ പോലെ പ്രബുദ്ധനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റായി തുടർന്നിരുന്നുവെങ്കിൽ ഈ ചോദ്യവും ആ ചിരിയും ഒക്കെ കണ്ട് ജീവിതം ഇപ്പോൾ വളരെ ഉൾപുളകത്തോടെ എനിക്ക് നയിക്കാനാകുമായിരുന്നല്ലോ എന്ന ചിന്തയാണ് നൈരാശ്യം നൽകുന്നത് കേട്ടോ. പക്ഷെ കഷ്ടകാലത്തിന് ബോധോദയം സംഭവിച്ച് ഞാൻ വെറും പോങ്ങനായി പോയി. അതുകൊണ്ട് വലിയൊരു കുഴപ്പവും സംഭവിച്ചു. രാവും പകലും തമ്മിൽ ഇപ്പോൾ മാറിപ്പോകുന്നില്ല എന്നുള്ളതാണ് ആ വലിയ കുഴപ്പം. അതായത് അങ്ങ് പടിഞ്ഞാറു ചെന്ന് സൂര്യൻ ഉദിക്കുമ്പോൾ പരിസരമാകെ ഇരുൾ പരന്ന് പകൽ പിറക്കുമെന്നും പുലർച്ചെ കിഴക്കു വന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി പ്രകാശം വീണ് നമ്മുടെ നാട് രാത്രിയുടെ പിടിയിൽപ്പെടുമെന്നുമായിരുന്നു ഞങ്ങൾ പ്രബുദ്ധർ ഉറച്ചു വിശ്വസിച്ചിരുന്നത്. പ്രബുദ്ധർ ഇപ്പോഴും അതൊക്കെ തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ പോങ്ങൻ അത് വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ പോങ്ങനായി പോയല്ലോ. അതായത് കഷ്ടകാലത്തിന് പോങ്ങൻ മദ്യം വെടിഞ്ഞു, പുകവലി അങ്ങോട്ട് നിർത്തി, വലിയും കുടിയും പിടിയും ഒക്കെ അങ്ങോട്ട് നിർത്തിയതോടുകൂടി ബോധോദയവും പോങ്ങനിൽ സംഭവിച്ചു. അങ്ങനെ ഞാൻ വെറും ഒരു പോങ്ങനായി പോയി, അല്ലെങ്കിൽ സാക്ഷാൽ മുത്തുപോങ്ങനായി പോയി. അതോടെ തിരിച്ചറിവുണ്ടാവുകയും ചെയ്തു. നല്ലതും ചീത്തയും നേരും നുണയും രാവും പകലും രാസവും ജൈവവും ഒക്കെ പരസ്പരം ഇപ്പോൾ മാറിപ്പോകുന്നേയില്ല. അതുകൊണ്ട് തന്നെ മറ്റാരുണ്ട് എന്ന് പറയുന്ന ചോദ്യം ആ പരസ്യ പലകയിലൂടെ കാണുമ്പോൾ കോവിഡിന്റെ മറവിൽ മലയാളികളുടെ സകല വിവരങ്ങളും എനിക്ക് വിൽക്കാൻ ഈ ഇടതരല്ലാതെ മറ്റാരുണ്ട് പോങ്ങ എന്ന് അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ആ സ്പ്രിംഗ്ലർ എന്നോട് വന്ന് ചോദിക്കുന്നതായി എനിക്ക് തോന്നിപ്പോവും. അതുപോലെ ഒട്ടകനാട്ടിൽ നിന്നും നയതന്ത്ര അത് വണ്ടി പൊക്കോട്ടെ, ആംബുലൻസ് പൊക്കോട്ടെ, ഈശ്വര ആർക്കൊന്നും സംഭവിക്കട്ടെ. അതുപോലെ തന്നെ ഒട്ടകനാട്ടിൽ നിന്നും നയതന്ത്ര സംരക്ഷണത്തിന്റെ മറവിൽ വിശുദ്ധ ഗ്രന്ഥത്തിലും ഈന്തപ്പഴ പെട്ടിയിലുമൊക്കെയായി വിമാനമിറങ്ങുന്ന സ്വർണം ബിരിയാണി ചെമ്പിൽ കടത്താൻ ഇവരല്ലാതെ മറ്റാരുണ്ടെന്ന് സ്വപ്ന സുരേഷും നമ്മുടെ ശിവശങ്കരനും ഒരുമാതിരി അവിശുദ്ധ ദമ്പതിമാരെ പോലെ എനിക്ക് മുന്നിലേക്ക് വന്ന് എന്നോട് അങ്ങനെ അങ്ങ് ചോദിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണ്. അവർ വന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ. ഈ പരസ്യപ്പലകയിൽ ആരുണ്ട് എന്ന് പറയുന്ന ചോദ്യം കാണുമ്പോൾ അവരും വരും. അതുപോലെ തന്നെ AI ക്യാമറയുടെ കരാർ സ്വന്തമാക്കിയിട്ടുള്ള ഈ ദ്വിമാറ തസ്കരോത്തമ തിരുവാതിര തിരുനാൾ തിരുമനസിന്റെ പുത്രീവധുവിന്റെ തന്തയും എന്റെ മുന്നിലേക്ക് വന്നു. ഉള്ളതാണ്, നേരാണ്. ലൈഫ് മിഷൻ പദ്ധതിയും കിഫ്ബി മസാല ബോണ്ടും കെഫോണും അതുപോലെ കേരളിന് പായാൻ വേണ്ടി പാവപ്പെട്ടവന്റെ അടുക്കളയിൽ നാട്ടിയ മഞ്ഞക്കുറ്റിയും എക്സാലോജിക്കും ഒട്ടും തന്നെ IT പരിചയം ഇല്ലാതിരുന്നിട്ടും സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിന് 700-750 കോടി സ്വന്തമാക്കിയിട്ടുള്ള ആ സഹകരണ സംഘവും പോരാത്തതിന് പോലീസ് യൂണിഫോമിൽ സായുധ സേനയുടെ സംരക്ഷണയിൽ മല ചവിട്ടുന്ന രഹന ഫാത്തിമയും അതുപോലെ തന്നെ അയ്യപ്പസ്വാമി പോലും ഗാഠനിദ്രയിലായിട്ടുള്ള നേരം നോക്കി പോലീസ് സംരക്ഷണയിൽ തന്നെ സന്നിധാനത്തിലൂടെ എലിപ്പാച്ചൽ നടത്തിയിട്ടുള്ള ബിന്ദു അമ്മിണിയും അതുപോലെ തന്നെ അവരുടെ പേര് ഞാൻ മറന്നു, കനകദുർഗയും ഒക്കെ എന്റെ മുന്നിൽ വന്ന് ഇതേ ചോദ്യം ചോദിക്കുകയാണ്. ഞങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കാനും ഇവരല്ലാതെ മറ്റാരുണ്ട് എന്ന്. ഒരുപക്ഷെ അഡ്വക്കേറ്റ് ജയശങ്കറിനോടും മേപ്പടിയാന്മാരൊക്കെ ഇതേ ചോദ്യം ചോദിച്ചിരിക്കാം കേട്ടോ. അതുകൊണ്ടാണല്ലോ ഇത്തവണ കോൺഗ്രസിന്റെ കൈപ്പത്തിക്ക് വോട്ടിടാൻ സഖാവായിട്ടുള്ള അദ്ദേഹം പോലും തീരുമാനിച്ചു കളഞ്ഞത്. എന്റെ വോട്ട് ആലുവ മണ്ഡലത്തിൽ അൻവർ സാദത്തിനാണ്, എന്റെ വോട്ട് കൈപ്പത്തിക്കാണ്. അതായത് ഇടതിൽ രക്ഷ കാണാൻ കഴിയാതെ വന്നാൽ വലതിന്റെ കൈപ്പത്തി നാടിന് അഭയമാകുമെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പോലും വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു കാലമാണ് അല്ലേ? ഒരുപക്ഷെ നിത്യനിയുക്ത പ്രധാനമന്ത്രിയായിട്ടുള്ള അതൊരു നല്ല പ്രയോഗമാണ്, നിത്യനിയുക്ത പ്രധാനമന്ത്രി. അതെ, നിത്യനിയുക്ത പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയുടെ എക്സ്റ്റേണൽ ബ്രെയിൻ അഥവാ ബാഹ്യ മസ്തിഷ്കമായിട്ടുള്ള, അതുമല്ല എന്നുണ്ടെങ്കിൽ മുണ്ടുടത്ത തലച്ചോറായിട്ടുള്ള ശ്രീ KC വേണുഗോപാലിന്റെ ഉള്ളിലിരിപ്പ് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ കാണാതെ പോയത് കൊണ്ടുമാവാം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചിന്ത വന്നത്. അതുകൊണ്ടാവാം കൈപ്പത്തിയിൽ അദ്ദേഹം വിശ്വാസം നിക്ഷേപിച്ചതും. ഒരിക്കൽ KC വേണുഗോപാൽ ഉള്ളിലുള്ളത് ഉള്ളതുപോലെ ഉള്ളു തുറന്ന് പറഞ്ഞത് പോങ്ങൻ കേട്ടിരുന്നു. പോങ്ങന്റെ ഓർമ്മയിൽ അതുണ്ട്. അതായത് ഞങ്ങൾക്ക് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഭരണമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇലക്ഷൻ പ്രചാരണത്തിലുള്ള കാശൊന്നും ഞങ്ങൾക്കില്ല എന്ന്. അതായത് 60 കൊല്ലക്കാലം സ്വതന്ത്ര ഇന്ത്യയെ കൊള്ളയടിച്ച് കൂട്ടിയതിൽ നിന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് പോലും ഒരു ചില്ലിക്കാശ് അങ്ങനെ അങ്ങോട്ടേക്ക് ചിലവാക്കി കളയാൻ അവർക്ക് ആർക്കും ഒരു താല്പര്യവുമില്ല. അധികാരം കിട്ടുന്ന പണിക്ക് വേണ്ടി ഒരു പരീക്ഷണം നടത്താൻ പോലും അവർക്ക് കാശ് മുടക്കാൻ താല്പര്യമില്ല.
കട്ടതിൽ നിന്ന് ഒരു തരി പുറത്തേക്ക് എടുക്കാൻ താല്പര്യമില്ല. നമ്മൾ സാധാരണ മനുഷ്യർ സഹികെട്ട് ഗതികെട്ട് ഇവന്മാർക്ക് ഭരണം കൊടുത്താൽ അങ്ങനെ കിട്ടുന്ന ഭരണത്തിൽ നിന്നേ ഇനി ഞങ്ങൾ കക്കുന്നുള്ളൂ എന്ന് പറയുന്ന വാശിയോടുകൂടി കട്ടതിൽ നിന്ന് ഒരു തരി പോലും പുറത്തേക്ക് എടുക്കാതെ അങ്ങനെ കാത്തിരിക്കുകയാണ് ജനങ്ങൾ അധികാരം കൊടുത്ത് അങ്ങനെ കേരളത്തിന്റെ ഖജനാവ് അവർക്ക് സമർപ്പിക്കുന്നതായി അവർ അങ്ങനെ ആഗ്രഹിച്ച് സ്വപ്നം കണ്ടിരിക്കുകയാണ്. അതായത് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ പോലും ഖജനാവിലെ കാശേ അവരും എടുക്കുന്നുള്ളൂ. 10 കൊല്ലമായി സംസ്ഥാന ഖജനാവ് കൈവശം വെച്ച് അനുഭവിക്കുന്ന ഇടതുപക്ഷം സ്വന്തം കീശയിൽ നിന്നാണോ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുള്ള വക കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്? നല്ല ശേലായി. എന്തായാലും ഇടതു വലതു ഭേദം കൂടാതെ ഭരണം കിട്ടിയാൽ കേരളീയ ജനസേവന വ്യവസായികൾ ഉറപ്പായും കക്കും കട്ടിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. അത് അവരുടെ രക്തത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത്രയേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ആരധികാരത്തിൽ വന്നാലും ആവേശത്തോടെ അവർ കട്ടിരിക്കും. യാതൊരു സംശയവും വേണ്ട. ഇനി ഇടതുഭരണം തന്നെയാണ് വീണ്ടും വരുന്നത് എങ്കിൽ അല്പമൊന്ന് ആശ്വസിക്കാൻ പോങ്ങൻ ഒരു കാരണമുണ്ട്. ഒരേ ഒരു കാരണം. അങ്ങനെ ഒരു കാരണം പോങ്ങൻ കണ്ടെത്തിയിട്ടുണ്ട്. ഒരല്പം ആശ്വാസത്തിന് വേണ്ടി. ആർക്കെങ്കിലും ആശ്വാസമാകുമെങ്കിൽ പോങ്ങൻ അതൊന്ന് പങ്കിടാം. അതായത് ഹിസ് ഹൈനസ് ദ്വിമാറ തസ്കരോത്തമ തിരുവാതിര തിരുനാൾ തിരുമനസിന്റെ ആ പ്രത്യുൽപാദന ശേഷി. അത് മാത്രമാണ് കേരളത്തിന് രക്ഷയാകാൻ പോകുന്നത് എന്നുള്ളൊരു വിചാരമാണ്. ഇനിയും ഭരണത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും അദ്ദേഹത്തിന്റെ ആ പ്രത്യുൽപാദന ശേഷി തന്നെയായിരിക്കും കേരളത്തോട് കരുണ കാണിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ആ മനുഷ്യന് പ്രത്യുൽപാദന ശേഷി ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് 2 കുട്ടികൾ ഉണ്ടായത്, അല്ലേ? സ്വന്തമായി 2 കുട്ടികൾ ഉണ്ടായത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് നേരെ ചൊവ്വേ പൊതുജന പ്രവർത്തനം നടത്താൻ പറ്റിയത്. അല്ലാതെ എന്തെങ്കിലും ഒരു ജോലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ? കുടുംബം പോറ്റാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭാര്യയുടെ ശമ്പളം കൊണ്ട് എന്തുണ്ടാക്കിയെടുക്കാനാണ് ഇന്നത്തെ കാലത്ത്? അല്ല, അന്നത്തെ കാലത്തായാലും പറ്റുമായിരുന്നോ? ഭാര്യയുടെ ശമ്പളം കൊണ്ട് ഒരു കുടുംബം മൊത്തം അങ്ങനെ അങ്ങ് രക്ഷിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നോ? ഒന്നുമില്ല, പറ്റില്ലായിരുന്നു. അപ്പോൾ സ്വന്തമായി 2 കുട്ടികളുണ്ടായപ്പോൾ അദ്ദേഹത്തിന് കോടിക്കണക്കിന് സമ്പാദിക്കാൻ പറ്റി. അതായത് ഭാര്യയുടെ പെൻഷൻ പണം കൊണ്ട് കമ്പനി തുടങ്ങാൻ പുത്രിക്ക് സാധിച്ചില്ലേ? ആ കമ്പനി ഉള്ളത് കൊണ്ടല്ലേ കോടിക്കണക്കിന് സമ്പാദിക്കാൻ അവർക്കായത്. അതുപോലെ പുത്രൻ വിവാഹം കഴിച്ചത് കണ്ടമാനം സാങ്കേതിക സൗകര്യമുള്ള ഒരു വീട്ടിൽ നിന്നല്ലേ, അല്ലേ? അതുകൊണ്ട് സംസ്ഥാനം മുഴുവൻ ക്യാമറ പിടിപ്പിക്കാൻ പുത്രന്റെ അമ്മായിപ്പനും കഴിഞ്ഞു. അത് ചെറിയ കാര്യമല്ല. അത്രയും സാങ്കേതിക സൗകര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് പുത്രൻ കല്യാണം കഴിച്ചതുകൊണ്ടാണ് കോടിക്കണക്കിന് ഏതാണ്ട് 700-750 കോടി രൂപ വരുന്ന ക്യാമറകൾ നാട് മുഴുവൻ വിതരണം ചെയ്യാൻ സാധിച്ചത്. അത്രയും ലാഭകരമായിട്ട്. വെറും 700-750 കോടി രൂപ എന്തോ ചിലവായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത്രയും സാങ്കേതിക സൗകര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് പെണ്ണാലോചിക്കാൻ കഴിയുന്ന തരത്തിലൊരു പുത്രനെ ഉൽപ്പാദിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ആ പ്രത്യുൽപാദന ശേഷി ഒന്നുകൊണ്ട് മാത്രമല്ലേ? അതാണ് പോകാൻ പറഞ്ഞത്. പ്രത്യുൽപാദന ശേഷിയാണ് ഏറ്റവും വലിയ ഗുണമായത് അദ്ദേഹത്തിനും ഈ നാടിനും. ഈ നാടിന് എങ്ങനെയാണ് ഗുണമുണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മക്കളുടെ ആ സമ്പാദ്യ ശേഷിയെപ്പറ്റിയും പിതാവിൻ്റെ പുത്രസ്നേഹത്തെ പറ്റിയും ഒക്കെ വളരെ കൃത്യമായ ധാരണയുള്ള ഭാരത സർക്കാരിന് ഹിസ് ഹൈനസ് ദ്വിമാറ തസ്കരോത്തമ തിരുവാതിര തിരുനാൾ തിരുമനസിന്റെ മൂക്കിൽ കയറിടാൻ വളരെ എളുപ്പം സാധിക്കില്ലേ? അങ്ങനെ സാധിച്ചിട്ടുണ്ട്. മൂക്ക് കയറിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് പഴയ പോലെ പെണ്ണുങ്ങളെയും കൊണ്ട് പാതിരാവിൽ ശബരിമല സന്ദർശനം നടത്താനോ അമ്പലക്കൊള്ളയിൽ ഏർപ്പെടാനോ വർഗീയ ധ്രുവീകരണം നടത്തി വിനോദിക്കാനോ ഒന്നും അത്ര കണ്ട് എളുപ്പം ഇനി അവർക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു രക്ഷയല്ലേ? ഹിസ് ഹൈനസ് ദ്വിമാറ തസ്കരോത്തമ തിരുവാതിര തിരുനാൾ തിരുമനസിന്റെ കടിഞ്ഞാൺ ദില്ലിയിൽ നിന്നാവും ഇനി നിയന്ത്രിക്കപ്പെടുക. ഇനിയും നിയന്ത്രിക്കപ്പെടുക, അങ്ങനെ വേണം പറയാൻ. ഇനിയും നിയന്ത്രിക്കപ്പെടുക. പിന്നെ ഈ ചില ഗതികെട്ട നേരങ്ങളിൽ തമ്മിൽ ഭേദപ്പെട്ട തൊമ്മനെ നമ്മൾ ആരായാലും ഒക്കെ ഒന്ന് പരതി പോകും, അല്ലേ? എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ തൊമ്മൻ കൈപ്പത്തിയിലാണ് ഇരിക്കുന്നതെന്ന് അദ്ദേഹം പരതിയെടുത്ത് കഴിഞ്ഞു. ആട്ടെ, നിങ്ങളുടെ മണ്ഡലത്തിലെ തമ്മിൽ ഭേദപ്പെട്ട ആ തൊമ്മൻ ആരാണ്? കണ്ടുപിടിച്ചോ? എന്തായാലും മറ്റാരുണ്ട് എന്ന് പറയുന്ന ആ ചോദ്യത്തിന് ശരിയായ ഒരു ഉത്തരം നമുക്ക് കാണേണ്ടതുണ്ട്, അല്ലേ? കാണേണ്ടതുണ്ട്, തീർച്ചയായിട്ടും കാണേണ്ടതുണ്ട്. കാണാം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം.